നിങ്ങളൊരു ഷെർലക് ഹോംസ് ആരാധകനാണോ? എങ്കിൽ നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ചില കാഴ്ചകൾ ഇത്തവണ ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിലോട്ട് കാണാം. ആർതർ കോണൽ ഡോയിൽ സൃഷ്ടിച്ച സാങ്കല്പിക കഥാപാത്രമായിരുന്നെങ്കിലും ഷെർലക് ഹോംസ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. വായനയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഷെർലക് ഹോംസ് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അന്വേഷണത്തിനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഒക്കെയാണ് ഈ പ്രദർശനത്തിലുള്ളത്. അതേപോലെ തന്നെ സിനിമയിൽ ഷെർലക് ഹോംസ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകതയാണ്. 2013 ഇറങ്ങിയ റിസ്ക് മാനേജ്മെൻറ്റ് എലമെൻ്ററി എന്ന ഷെർലക് ഹോംസ് സിനിമയിൽ ജോണി ലീ മില്ലർ ഉപയോഗിച്ച വസ്ത്രമാണിത്. അതേ സീസണിലെ സിനിമയിൽ ഐഫോണിൽ ഘടിപ്പിച്ച മാഗ്നിഫൈയിങ് ഗ്ലാസ്, തിരശ്ശീലയ്ക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ആരാധകർ ഷെർലക് ഹോംസിന് ഉണ്ടാക്കി കൊടുത്ത പുസ്തകങ്ങൾ, അതേപോലെ തന്നെ കോമിക്കുകൾ എല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഈ മ്യൂസിയം സന്ദർശിക്കുന്നവർക്ക് തന്നെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ സൂചനകളിലൂടെ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു മത്സരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സൂചനകൾ ഓരോ ഭാഗത്തും ഉണ്ടാകും. I think it's 110, 120 artifacts that we brought here. A lot of them are from the University of Minnesota, which is one of our leading collaborators on this, and they have a major collection of Sherlock Holmes objects. And that includes everything from like tchotchkes, toys and games and cards, to objects that are from Sherlock Holmes clubs. But really the most exciting pieces are the first edition books. We have a couple of pages from Hound of the Baskervilles, original illustrations from Frederick George Steele and also Sidney Paget. So it's just a really rich collection of all sorts of objects that come from Sherlock Holmes. ഒരു 14-15 ടൈപ്പിലുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് വളരെ പ്രാക്ടിക്കലി അവരുടെ ടാലൻറ്റ് നർച്ചർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വേദികളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഷെർലക് ഹോംസ് എക്സിബിഷനിലാണ്. ഇതൊരു വളരെ യൂണീക്കായിട്ടുള്ള, നമുക്കറിയാം ഷെർലക് ഹോംസ് ആരായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു എക്സിബിഷൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ക്രൗഡ് ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഇവിടെ കാണാനുണ്ട്. ഇന്ന് രാവിലെ, അതായത് ഇന്ന് രാവിലെയാണ് ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് കാസ്മി രാവിലെ 10 മണിക്ക് ഇത് ഉദ്ഘാടനം ചെയ്തത്. പഴയ മോഴ്സ് കോഡ് അടിസ്ഥാനമാക്കി ആശയവിനിമയം നടത്തിയിരുന്ന ടെലിഗ്രാമിൻ്റെ രൂപമാണിത്. പണ്ടുകാലത്ത് സന്ദേശങ്ങളൊക്കെ അയച്ചിരുന്നത് ഈ മോഴ്സ് കോഡ് പ്രകാരമായിരുന്നു. എന്താ പേര്? അദീൻ. എന്താ ഈ ഷെർലക് ഹോംസ് മ്യൂസിയത്തിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അമേസിംഗ് ആയിരുന്നു. ഒരു മിസ്റ്ററി തീമുണ്ട് ഇവിടെ ക്ലൂസ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. നല്ല ക്രിയേറ്റീവാണ് ഇവിടെ, നല്ല അമേസിങ് ഏരിയ. അപ്പോൾ ഈ ഇത് മുഴുവൻ നിങ്ങൾ കണ്ടുപിടിച്ചതാണോ? യെസ്. കഷ്ണം കഷ്ണമായിട്ട് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കണ്ടിന്യൂ ചെയ്തായിരുന്നു. ത്രില്ലിംഗ് ആണ്. വെരി ത്രില്ലിംഗ്. ഒരു കുറ്റാന്വേഷകനെ കാത്തിരിക്കുന്ന ക്രൈം സീനിലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ നിന്നാണ് തുമ്പ് ലഭിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലോകത്തിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷൻ 1860 നിർമ്മിച്ച ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ വിലാസവും ഷെർലക് ഹോംസിൻ്റെ വിലാസവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ബേക്കർ സ്ട്രീറ്റ് 2021. ബേക്കർ സ്ട്രീറ്റ് ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനിൽ ഷെർലക് ഹോംസ് സിനിമയിൽ ഉപയോഗിച്ച ഒരു കാറ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഷെർലക് ഹോംസിൻ്റെ സാങ്കല്പിക മേൽവിലാസമായ ബേക്കർ സ്ട്രീറ്റ് 2021 ഇപ്പോഴും ആരാധകരുടെ കത്ത് വരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മുറി ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്.
ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടിറങ്ങുമ്പോൾ ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കും. ഷെർലക് ഹോംസ് ശരിക്കും ഉണ്ടായിരുന്നോ അതോ ഇല്ലയോ?